ഓരോ പൗരൻ്റെയും പ്രതിനിധി എന്ന നിലയിൽ പല കാര്യങ്ങളും തുറന്ന് പറയാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. പക്ഷേ ഒരു കാര്യം ഞങ്ങൾ ഉറപ്പ് പറയുകയാണ്, ഇത് നിരാശാജനകമായ ഒരു വിധി ഉണ്ടാകുമ്പോഴും ഈ നിയമ പോരാട്ടം ഏതറ്റം വരെയും തുടർന്ന് കൊണ്ടുപോകാൻ ഞങ്ങൾ രണ്ടുപേരും അതോടൊപ്പം തന്നെ കേരളത്തിലെ പൊതുജനങ്ങളും തയ്യാറാണ്. അതിന് പാർട്ടിയുടെയും മുന്നണിയുടെയും ഒക്കെ വലിയ പിന്തുണയുണ്ട്, കേരളത്തിലെ പൊതുജനങ്ങളുടെ പിന്തുണയുണ്ട്. ഇന്നത്തെ വിധിയിൽ കടുത്ത നിരാശയും ഞങ്ങൾക്ക് രണ്ടുപേർക്കുമുണ്ട്. പക്ഷേ ഇത് ഒന്നിൻ്റെയും ഒരു അവസാനമല്ല എന്ന് മനസ്സിലാക്കുകയാണ്. നിയമ വിദഗ്ധരുമായി ആലോചിച്ച് തുടർ നടപടികളുമായി മുമ്പോട്ട് പോകുമെന്നാണ് പ്രത്യേകമായി പറയാനുള്ളത്. നടപടിക്രമങ്ങളുടെ വീഴ്ച വന്നിട്ടുണ്ട്, ഫാസ്റ്റ് ആയിട്ടുണ്ടെന്നൊക്കെയുള്ള വാദത്തിനിടയിൽ കോടതി ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് 308 വകുപ്പ് ചുമത്താനുള്ള കാരണങ്ങളില്ല എന്നുള്ള കാര്യങ്ങളും പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഏത് വകുപ്പ് ചുമത്തണമെന്നുള്ളത് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഒരു അവകാശമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ കഴിഞ്ഞ 3 വർഷത്തോളമായി നടക്കുന്ന ഒരു നിയമ പോരാട്ടമാണ്. ഈ നിയമ പോരാട്ടത്തിൻ്റെ ഭാഗമായി അവസാനത്തെ ഒരു മാസം UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം മാത്രമാണ് നിഷ്പക്ഷമായ ഒരു അന്വേഷണം നടന്നു തുടങ്ങിയത് തന്നെ. അതിനു മുമ്പ് പോലീസ് അന്നത്തെ ADGPയുടെ നേതൃത്വത്തിൽ നടത്തിയ കൃത്രിമവും അത്തരത്തിലുള്ള വസ്തുതകൾ മുന്നിൽ വെച്ചാണ് ഇങ്ങനെ ഒരു നടപടി ഉണ്ടായതെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അന്വേഷണം ശരിയായ ദിശയിലാണ്. ഇത് ജാമ്യം നൽകുന്നത് കൊണ്ട് ഇത് ഇവിടെ അവസാനിക്കുന്നില്ല. ഇനിയും നിയമപരമായി മുമ്പോട്ട് പോകുവാനാണ്. ഇതിൻ്റെ അവസാനം എത്ര സമയമെടുത്തിട്ടാണെങ്കിലും എത്രയൊക്കെ യാതനകൾ ഇതിൻ്റെ പിന്നിൽ സഹിക്കേണ്ടി വന്നാലും അവസാന നിമിഷം വരെയും പോരാടി നീതി നേടുന്നത് വരെ പോരാടാനാണ് ഞങ്ങൾ രണ്ടുപേരുടെയും തീരുമാനം. ആദ്യ മന്ത്രിസഭാ യോഗം എടുത്ത ആദ്യ തീരുമാനങ്ങളിൽ ഒന്നായിരുന്നു SIT രൂപീകരിച്ച് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുക. അപ്പോൾ അത്തരം ഒരു SIT റിപ്പോർട്ടിനെയാണ് ആലപ്പുഴ രക്ഷാപ്രവർത്തന കേസിൽ ഗൺമാന്മാർക്കടക്കം 5 പേർക്ക് മുൻകൂർ ജാമ്യം നൽകിയതിൽ പ്രതികരിക്കുകയായിരുന്നു AD തോമസ് MLA. അന്ന് മർദ്ദനമേറ്റ ഒരാൾ കൂടിയാണ് AD തോമസ് MLA. എന്തായാലും ഈ വിധിയിൽ കടുത്ത നിരാശയുണ്ട് എന്നാണ് അദ്ദേഹം. നിയമ നടപടിയുമായി മുന്നോട്ട് പോകും, ഏതറ്റം വരെയും ഈ നിയമ പോരാട്ടം തുടരും എന്നാണ് നിലവിൽ അദ്ദേഹം പറയുന്നത്. വാർത്തയിലേക്കും വിശദാംശങ്ങളിലേക്കും പിന്നീടുള്ള മണിക്കൂറുകളിൽ നമുക്ക് വരാവുന്നതാണ്. ഇനി